ഈസാണ്ടും മാറിയില്ല. 2000 കൊല്ലം മുമ്പ് അള്ളാന്റെ മുമ്പിൽ ഒരു പ്രകാശമായിട്ട് ആരെയപ്പോ ആദം നബിനെ സൃഷ്ടിക്കണതിന് മുമ്പ് ആൾക്കാർ ഈ പച്ചപ്പള്ളൊക്കെ എന്തോ ഒരു രസത്തിലാ ഓതല് അറിയങ്ങള്. ആ തലകെട്ടും താടിയൊക്കെ കൂടെ വെച്ചുകൊണ്ട് ഇയാൾ ഇങ്ങനെ പോകുമ്പോൾ ഇതൊക്കെ സത്യം തന്നെയെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കല്ലേ. പക്ഷെ ഒരു രസമുണ്ട് കേട്ടോ ആ സദസ്സിന്. കാരണം ചന്ദനത്തിരിൻ്റെ മണവും അപ്പുറത്ത് ചന്ദനത്തിരി കത്തിച്ചിരിക്കുന്നു, ഇപ്പുറത്ത് ബിരിയാണി വെക്കണം, ഒക്കെ കൂടെ ഒരു വല്ലാത്തൊരു രസമുള്ള ഒരു അന്തരീക്ഷത്തിൽ ഈ പാട്ടും കൂത്തും തീറ്റയും ഒക്കെ കൂടെ ആയിട്ട് നല്ല ഹാപ്പി മൂഡിലാണ് ഒരു പച്ചപ്പുള്ള അങ്ങനെ പറഞ്ഞു പോണത്. എന്നിട്ട് എന്താ അതിൽ പറയണത്? ഈ പ്രകാശം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മലക്കുകൾ തസ്ബീഹ് അത് കേട്ടിട്ട് മലക്കുകളും തസ്ബീഹ് ചെല്ലുകയായിരുന്നു. അങ്ങനെ ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം, അള്ളാഹു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ അൽഖാ ദാലിക നൂറ ഫീ തീനതിഹി, പടച്ചോൻ എന്ത് ചെയ്തു എന്നറിയങ്ങള്? ആ പ്രകാശം ആ മണ്ണിലിട്ടാൻ കുഴച്ച്. അത് എങ്ങനെ ഇപ്പം പ്രകാശം മണ്ണിലിട്ട് കുഴക്കുക എന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്, അതങ്ങനെയാ. എങ്ങനെയുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് ഈ തീനിൽ അണ്ടിട്ടു. അങ്ങനെ ഫഅഹ്ബതനി അല്ലാഹു തആല ഫീ സുൽബി ആദമ ഫഅഹ്ബതനി അല്ലാഹു തആല ഫീ സുൽബി ആദം ഇലൽ അർള്. അങ്ങനെ അല്ലാഹു ആദമിന്റെ മുതുകിലൂടെ എന്നെ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചു. വജഅലനി ഫി സഫീന ഫി സുൽബി നൂഹ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് പ്രളയമുണ്ടായി. നോഹയുടെ പ്രളയം തൗറാത്തിലും ബൈബിളിലും ഒക്കെ പ്രതിപാദിക്കുന്നതാണല്ലോ. അങ്ങനെ ആ പ്രളയ സമയത്ത് ആ കപ്പലിൽ ഞാനുണ്ടായിരുന്നു. നൂഹിന്റെ സുൽബിലായിരുന്നു ഞാൻ. വജഅലനി ഫി സുൽബിൽ ഖലീൽ ഇബ്രാഹിം, ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുതുകിലുണ്ടായിരുന്നു. ഹീന ഖുദിഫ ബിഹി ഫിന്നാർ, നമ്രൂദും കിങ്കരന്മാരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ അവിടെ ഞാനുണ്ടായിരുന്നു. അങ്ങനെ വലം യസൽ യൻഖുലുനി മിനൽ അസ്ലാബി ത്വാഹിറ ഇലൽ അർഹാമി സകിയ്യത്തിൽ ഫാഖിറ, വിശുദ്ധമായ മുതുകുകളിലൂടെ അള്ളെന്നെങ്ങനെ കൊണ്ടെന്ന് ഹത്താ അഖറജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ, എൻ്റെ മാതാപിതാക്കളിലൂടെ അള്ളാഹു എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത്, ഒട്ടും അധർമ്മം പ്രവർത്തിക്കാത്തവരാണവർ, അനാവശ്യം ചെയ്യാത്തവരാണവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ നുണ നമ്മുടെ സഖാഫിമാര് തസ്ഹീഹാക്കിയ ഷറഫുൽ അനാം മൗലൂദിന്, മങ്കൂസ് മൗലൂദിലും ഇതിന് സമാനമായ സംഗതികൾ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു നുണ നോക്കൂ നിങ്ങൾ. അലാഹു വല്ലദീ തവസ്സല ബിഹി ആദം, ആദം അലൈഹി സ്വലാത്തു വസ്സലാം വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ രക്ഷപ്പെടാൻ മാർഗമില്ലാതെ ഉഴറിയ സമയത്ത് മുത്തുനബിന്റെ പേരുകൊണ്ടാണ് തവസ്സുൽ നടത്തിയത്. വഫ്തഖറ ബികൗനിഹി വാലിദ, ആ വരാൻ പോകുന്ന മുഹമ്മദിന്റെ പിതാവായതിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഭിമാനം കൊണ്ടു. വസ്തഗാസ ബിഹി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹായം അഭ്യർത്ഥിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ഫനജാ മിനർ റദ, അങ്ങനെ നാശത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. വകാന ഫീ സുൽബി ഇബ്രാഹിം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിലുണ്ടായിരുന്നു. ഹീന ഉൽഖിയ ഫിന്നാർ, നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടപ്പോൾ ഫആദ വസ്വാറ ലഹുബുഹാ മുഹമ്മദ, അങ്ങനെയാണ് ഇബ്രാഹിം നബിക്ക് പരിക്കൊന്നും പറ്റാതെ, ഒരു രോമത്തിന് പോലും ഒരു പോറലേൽക്കാതെ ആ അഗ്നികുണ്ഡത്തെ അതിജീവിച്ച് മടങ്ങി വരാൻ സാധിച്ചതും ആ അഗ്നി അണക്കാൻ സാധിച്ചതും മുഹമ്മദ് നബിയെ കൊണ്ടാണ്. ഇത് സത്യത്തിൽ ഖുർആനിനെതിരാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയെന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം എന്താണെന്നറിയങ്ങൾ? അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം, ആദം നബി തെറ്റ് ചെയ്തപ്പോൾ മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുലാക്കി എന്നല്ല ഖുർആൻ പഠിപ്പിച്ചത്. പിന്നെയോ ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത് ഫതാബ അലൈഹി, അള്ളാഹുവിൽ നിന്ന് തൗബ ചെയ്യാനുള്ള വചനങ്ങൾ ആദം നബിക്ക് കിട്ടി. അതെന്തേന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഖാലാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.
ആദം നബിയും ഹവ്വ അലൈഹിസ്സലാമും പ്രാർത്ഥിച്ചു, പടച്ചോനെ ഞങ്ങളടുത്ത് തെറ്റുപറ്റിയിട്ടുണ്ട്, പുറത്തു തരണേ എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന പടച്ചോൻ പഠിപ്പിച്ചു എന്നാ. വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ് ഖുർആനിൻ്റെ വചനങ്ങൾ. പക്ഷേ മൗലൂദുകാരൻ പറയുന്നതോ നേരെ തിരിച്ചാ. നൂഹ് നബിയെ രക്ഷപ്പെടുത്തിയത് പടച്ചോനാണ് എന്ന് പടച്ചോൻ പറയുന്നു. വഹമല്ലാഹു അലാ ദാത്തി അൽവാഹിൻ വദുസുർ തജ്രി ബിഅയുനിനാ ജസാഅൻ ലിമൻ കാന കുഫിർ. നാമാണ് ആണികളും പലകകളും കൊണ്ടുണ്ടാക്കിയ ആ പേടകത്തിൽ അല്ലെങ്കിൽ ആ കപ്പലിലായി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംരക്ഷിച്ചത്. ആര് പറയാ? പടച്ചോൻ പറയാം. നിങ്ങൾ വിചാരിക്കണ്ട ഈ ഒരു വാദേ ഉള്ളൂ മൗലൂദ് കിതാബിൽ എന്ന്. മുസ്ലിയാർ സഹിയാക്കിയ മറ്റൊരു മൗലൂദല്ലേ മുഹിയുദ്ദീൻ മൗലൂദ്. ആ മുഹിയുദ്ദീൻ മൗലൂദിൽ എന്താ പറയുന്നത്? ഇതൊക്കെ ആ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പൊക്കി 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 പറഞ്ഞുകൊണ്ട് അതിൽ പറയുന്നത് എല്ലാം മുഹിയുദ്ദീൻ ശൈഖാണ് എല്ലീറ്റിൻ്റെ ആളെന്നാണ്. ഒരു തമിഴ്നാട്ടുകാരനായ ഒരു സാധുണ്ടാക്കിയ ഒരു ബെയ്ത്തുണ്ട്, അവർ ചൊന്ന ബെയ്ത്ത് എന്ന ആ ബെയ്ത്തിൻ്റെ പേര്. അവർ ചൊന്ന ബെയ്ത്ത് കേട്ടാൽ തന്നെ നമുക്കറിയാം, ബൈജാ കിതാബിൻ്റെ വക്കത്താണ് ഉള്ളത്. അതിലെന്താ പറയുന്നതെന്ന് അറിയോ? എല്ലിൻ്റെ മേലെ ഞാനേനുന്നാ. അനാ കുന്തു മഅനൂഹിൻ ബിഅലാ സഫീനത്തിൻ ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി വകുന്തു വഇബ്രാഹീമു മുൽഖൻ ബിനാരി വമാ ബാരിദൻ നീറാനു ഇല്ലാ ബിദഅവതി. ഒക്കെ മുഹമ്മദ് നബിയാണെന്ന് പറയുന്നത്. പൊന്നാര മുഅ്മിനീങ്ങളെ നിങ്ങൾ വിശ്വസിക്കണ്ട. കണ്ടോ മൗലൂദേരി ഏറ്റുമുട്ടണത്. അവർ ചൊന്ന ബൈത്തിൽ പറയുന്നത് അനാ കുന്തു മഅ നൂഹിൻ, നൂഹിന്റെ ഒപ്പം ഞാനായിരുന്നു. ആര് പറയാ? മുഹിയുദ്ദീൻ ശൈഖ്. അനാ കുന്തു മഅ നൂഹിൻ ബിഅഹ്ലാ സഫീനത്തിൻ, കപ്പലിന്റെ ഏറ്റവും ടോപ്പിൽ ഞാനുണ്ടായിരുന്നു. കൊടിമരത്തിന്റെ മേലെയായിരുന്നു മൂപ്പരിരുന്നിൻ്റെ. ആര്? മുഹിയുദ്ദീൻ ശൈഖ്. നോക്കി നിങ്ങള്. ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി. ആ പിന്നെ എൻ്റെ കുതിരത്താകുന്ന കഫിലാണ്, എൻ്റെ കയ്യിലാണ് ഞാൻ ആ കപ്പൽ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്. വലിയ വടായിങ്ങളാരും പറയേണ്ട, പഠിച്ചവനുമല്ല മുഹമ്മദ് നബിയല്ല സംരക്ഷിച്ച് ഞാനാണ്. ആര് പറയാ? മുഹിയുദ്ദീൻ ശൈഖ്. മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ പച്ച നുണ കെട്ടിയുണ്ടാക്കിയതാണ്. യഥാർത്ഥ മുഹിയുദ്ദീൻ ശൈഖ് ഇതിന് അതീതനാണ്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. വകുന്തു വഇബ്രാഹീമു മുൽഖൻ ബിനാരി വമാ ബാരിദൻ നീറാനു ഇല്ലാ ബിദഅവതി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദും കിങ്കരന്മാരും ഉണ്ടാക്കിയ അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടപ്പോൾ എൻ്റെ ഊത്തും പ്രാർത്ഥനയായിരുന്നു ഇബ്രാഹിം നബിനെ രക്ഷപ്പെടുത്തിയത് എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയും ഇസ്രാ മിഅ്റാജ് യാത്രയിൽ പാട്ടേര് പറഞ്ഞതാട്ടോ, അങ്ങനെ കൊണ്ടുപോണ പോക്കിൽ അവിടെ പ്രകാശത്തിൻ്റെ ഒരു കടലിലെത്തിന. അങ്ങനെ ആ പ്രകാശത്തിൻ്റെ കോണിമക്കൂടി ഇങ്ങനെ കയറിപ്പോവുക. ഉമർ ഖാലി ആ പിന്നെ രംഗം ഒന്ന് ഉഷാറായിട്ട് വിശദീകരിക്കുന്നുണ്ട്. വഅതാഹു ജിബ്രീലുൽ അമീനു ഖദീമാ ഫയ്യാലതൻ കഫാഹു ജാഅ കരീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അങ്ങനെ പോണ പോക്കിൽ ഒരു പരിധി വരെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യോട് ജിബ്രീൽ പറഞ്ഞു, എന്ത്? ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലും വഖഫ് ഫീ ശത്തിഹി റുഅബൻ ഫവദ്ദഅ വതബ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഹത്താലി ബഹരി നൂർ, ആ പ്രകാശത്തിൻ്റെ സമുദ്രത്തിൽ അങ്ങോട്ട് എത്തിയപ്പോ ആ പോണ പോക്കില് ജിബ്രീൽ അവിടെ നിന്നു. ജിബ്രീലുൽ വഖഫ് ഫീ ശത്തിഹി റുഅബൻ ഫവദ്ദഅ വഹതഫ്. അവിടെ വളരെ ഭീതിജനകമായ ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ എത്തിയിട്ട് ജിബ്രീൽ പറഞ്ഞു, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്.
പൊന്നാര ഹബീബായ റസൂലെ, എന്നെ ഇവിടെ വിട്ടേക്കുക, ഞാനിവിടെ നിന്നോളാം, എനിക്ക് അങ്ങോട്ട് വരാനുള്ള പെർമിഷൻ ഇല്ല, നിങ്ങൾ പോവുക. അബ്ശിറു തുനാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വളരെ സന്തോഷമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അള്ളാഹുവുമായിട്ട് മുനാജാത്ത് നടത്തി തിരിച്ചു പോരുക, ഞാൻ ഇവിടെ ഉണ്ടാവും. ആ പ്രകാശത്തിന്റെ കോണിങ്ങനെ കേറുന്ന രംഗാണ് പറയണത്. കേറുന്ന കയറ്റത്തിൽ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലടറിയാണ്ട് വീണു എന്നാ. നോക്കണേ നിങ്ങള്, പഠിച്ചോൻ ചെയ്തിന്, പഠിച്ചോൻ്റെ അടുത്താണുള്ള ഫാൾട്ട്. റസൂലിനെ എങ്ങനെ കൊണ്ടുവരുമ്പോഴും ഈ പ്രകാശത്തിന്റെ കോണിമക്കൂടിയൊക്കെ കയറ്റുമ്പോഴും അപകടം വരച്ചാക്കാൻ നോക്കണമല്ലോ. ആർക്കും അതൊക്കെ ലമീറ കൊടുക്കാൻ പോണത്? പഠിച്ചോന്റെ കൊള്ളരുതായ്മയിലേക്ക്. എന്നിട്ട് എന്താ ഉണ്ടായിന്നറിയ നിങ്ങള്? അങ്ങനെ അവിടുന്ന് കാലിടറിയിട്ട് നബിയുണ്ട് വീഴ്ചയില് മുഹ്യിദ്ദീൻ ഷേഖ് ചെന്നിട്ട് തോളൻ കാണിച്ചു കൊടുത്തു എന്നാ. അപ്പോ മുഹ്യിദ്ദീൻ ഷേഖിന്റെ ചുമലില് റസൂലിന്റെ കാലടി ഉണ്ടായിരുന്നു എന്നാ കഥ. കണ്ടോരെന്നും നിങ്ങൾ ചോദിക്കണ്ട കേട്ടോ, കാലടി ഉണ്ടായിരുന്നു എന്നാ. അതുകൊണ്ട് നബി ഒരു വരം കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഇതൊക്കെ ഈ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുള്ള മാതിരി ഉണ്ടാക്കി തീർത്തൊക്കെയാണ് വരം. എന്തായിരുന്നു വരം? കദമി അലാ റകബാത്തിൽ ഔലിയാഇ തുറാ. അള്ളാന്റെ റസൂലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം പെരടി കാണിച്ചത് കൊടുത്തതുകൊണ്ട് റസൂല് പറഞ്ഞു ഇത്രേ, എനിക്ക് ആരെ പെരടിയിലും ചവിട്ടടാന്ന്. അപ്പൊ മൂപ്പരെ കാലം എങ്ങനെയാണ്? എല്ലാരെ പെരടിമരും വന്ന് നോക്കണേ നിങ്ങള്. ഇത് യഥാർത്ഥ മുഹ്യിദ്ദീൻ ഷേഖ് ഇത് ഒരിക്കലും ചെയ്യൂല. ഇപ്പൊ എത്ര കളവാ പറഞ്ഞത് ഈ ഷറഫുൽ അനാമിലും മങ്കൂസിലും. നിരവധി നുണകള്, കല്ല് വെച്ച നുണകള് കഴിഞ്ഞിട്ടില്ല. ഷറഫുൽ അനാം മൗലൂദിൽ വേറൊരു സംഭവം നോക്കുങ്ങള്. ഇത് അപ്പ ഓതുന മൗലൂദ് അതാണ്. ഫലമ്മസ്തദ്ദ ബിഹാ തൊൽക്കുൻ നിഫാസ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ചപ്പോൾ, മാതാവ് ഗർഭം ധരിച്ചപ്പോൾ പള്ള കാണാൻ പോയൊരു കഥ ഉണ്ട്. ഇതിനൊക്കെ ഉണ്ട് തെളിവേ, പള്ളാൻ പോണിനുണ്ട് തെളിവ്. ഇനി എന്താ വേണ്ടി നിങ്ങൾക്ക്? ഇതാ ഫലമ്മസ്തദ്ദ ബിഹാ തൊൽക്കുൻ നിഫാസ് വലം യഅലം ബിഹാ അഹദും മിനൻ നാസ് ബസത്തത കുഫ ശക്ഫാ ഇലാ മൻ യഅലമു സിർറാ വ നജ്വാഹാ. അങ്ങേ അറ്റത്തെ വേദന ഇങ്ങനെ വരുന്ന സമയത്ത് ആരോടും ഈ വേദന പറഞ്ഞില്ല. ആ സന്ദർഭത്തിൽ ഫൈദനി യബി ആസിയ ഇംറഅത ഫിർഔൻ വ മറിയം ഇബ്നത ഇമ്രാൻ വ ജമാഅത്തും മിൻ ഹൂരിൽ ലിസാൻ. ആസിയ ബീവി വന്നു, അതുപോലെ തന്നെ ഫിർഔന്റെ ഭാര്യ വന്നു, ഇമ്രാത്ത ഫിറൗൻ അതാണല്ലോ ആസിയ. ഓ മറിയം റളിയല്ലാഹു അൻഹ വന്നു, ഇബ്നത്ത് ഇമ്രാൻ, ഇമ്രാന്റെ പുത്രി. ഓ ജമാഅത്തി മിൻ ഹൂരിൽ ലിസാൻ, പിന്നെ ഹൂറുൽ ലിസാൻ സ്വർഗസ്ഥരായ അപ്സരസ്സുകൾ ആയ സ്ത്രീകളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിനയുടെ അടുത്തേക്ക് വന്നു എന്നാണ് ഈ മൗലൂദ് കഥയിൽ പറയുന്നത്. പിന്നെ കുട്ടി ജനിച്ചപ്പോഴോ ഷറഫുൽ അനാം തന്നെ പറയാ, അബ്ദുൽ മുത്തലിബ് കുട്ടിയെടുത്തിട്ട് കാബത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു പാടിയ പാട്ടുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദൽ ഉലാമ സയ്യിദൽ അർദാനി ഖസാദ ഫിൽ മഹ്ദി അലൽ ഗിൽമാനി ഉഇദു ബിൽ ബൈതി ദിൽ അർകാനി. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെടുത്തിട്ട് താരാട്ടുപാട്ട് പാടിയതാ. ആര്? അബ്ദുൽ മുത്തലിബ്. മിൻ ഹാസിദിൻ മുൽതരിബിൽ ഐനാനി അൻതല്ലദീ സുമ്മീത ബിൽ ഖുർആനി. മുഹമ്മദ് നബിയെ പറ്റി വല്ലിപ്പ പറയാണ്, ജനിച്ച് കുട്ടിയെ അങ്ങനെ എടുത്തിട്ട് കാബത്തുങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ നീയാണല്ലോ ഖുർആനിൽ പേരുപെട്ട മുഹമ്മദ്. അന്ന് നബി ആയിട്ടുണ്ടോ? ഇല്ല. 40 വയസ്സ് കഴിഞ്ഞ് അബൂ താലിബ് അബ്ദുൽ മുത്തലിബൊക്കെ മരിച്ചിൻ്റെ ശേഷം നബിയാവുന്നത്. അപ്പൊ തന്നെ അബ്ദുൽ മുത്തലിബ് പാടിയ ഖുർആനിൽ പേര് വെക്കപ്പെട്ട മോനാണല്ലോ നീ എന്ന് പറഞ്ഞു പാടിയ അഹ്മദ മക്തൂബൻ അലൽ ജീനാനി ഖുർആനിന്റെ ചുമരിൽ അഹമ്മദ് എന്ന് പേര് എഴുതി വെക്കപ്പെട്ട പുത്രനാണല്ലോ നീ എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് താരാട്ടുപാട്ട് പാടിയത്.
ഇത് ശരിയാന്ന് പറയാ വാദപ്രതിവാദത്തിന് തയ്യാറാന്നാണ് മുസ്ലിംമാർ പറഞ്ഞത്. എന്തായിരിക്കും അതിൻ്റെ കോലം? ആലോചിച്ച് നോക്കി നിങ്ങൾ. എങ്ങനെ അബ്ദുൽ മുത്തലിബ് ഇത് അറിഞ്ഞു? അന്ന് ഖുർആൻ അവതരിച്ചിട്ടുണ്ടോ? അന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ആയിട്ടുണ്ടോ? ഇല്ല. ഇതാ നോക്കൂ നിങ്ങൾ, അടുത്ത വെടി ഇതേ മൗലൂദിൽ തന്നെ. കാലത്തെ ഹലീമ പറയാണ്, ഫഅഖൽതുഹു വദഖൽതു ബിഹി അലൽ അസ്നാം. ഈ കുട്ടിയെയും എടുത്തുകൊണ്ട് ഞാൻ ബിംബങ്ങളുടെ അടുത്തേക്ക് ഒന്നാണ് പോയി നോക്കി. ഫനക്കസ ഹുബുലു. അപ്പോൾ അവിടെയുള്ള ഒരു വലിയ ബിംബാണ് ഹുബുല് തലന് താത്തി. മുമ്പിവിടെ ബിംബങ്ങൾ പാല് കുടിക്കുമെന്ന് പറഞ്ഞുണ്ടാക്കിയിരുന്നു. അതിനധികം ജീവൻ ഉണ്ടായില്ല. പക്ഷേ നമ്മളാൾക്കാരോ പള്ളിയിൽ വെച്ചാണ് ഇത് പാടുന്നത്. നോക്കണം നിങ്ങൾ. ഫനക്കസ ഹുബുലു, ബിംബം ആണ് നേരെ തല കുത്തി വീണു. ഫനക്കസ ഹുബുൽ റഅസ വഖറത്തിൽ അസ്നാം. ബാക്കി എല്ലാ ബിംബങ്ങളും എന്ത് ചെയ്തു? തല കുത്തി വീണു. മിൻ അമാകിനി, അവയുടെ സ്ഥലത്ത് നിന്ന്. ഫജിഅ്തു ഇലൽ ഹജറിൽ അസ്വദ്. അങ്ങനെ ഞാൻ കുട്ടിയുമായിട്ട് ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് പോയി. ഫഖറജൽ ഹജറു മിൻ മകാനി. നോക്കുമ്പോൾ ഞാൻ കുട്ടീനായിട്ട് ആണ്ട് ചെല്ലണീന് മുമ്പ് കല്ല് അവിടുന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഹത്താ ഇൽതസഖ ബിവജ്ഹിഹി. കല്ല് വന്നിട്ട് കുട്ടീൻ്റെ മുഖത്ത് ഒറ്റ ഒട്ടല. വേറെടുത്തിയത് ആരാന്ന് പറയണില്ല. വേറെടുത്ത എത്ര ആൾ വന്നു, ഹലാക്കിൻ്റെ പറ്റലാണോ കല്ലിൻ്റെ പറ്റലോട് മോന്ത കോടിയിരുന്നോ ഒന്നും പറയണില്ല. ഏതായാലും ആട്ടെ, നിങ്ങളാണ് വിശ്വസിക്കുന്നത് മൗലൂദ. എങ്ങനെയുണ്ട്? നബിനെയായിട്ട് കുട്ടീനായിട്ടാണ് ചെല്ലുമ്പോഴത്തിന് ബിംബമൊക്കെ ഇങ്ങനെ തല കുത്തി വീഴുക. എന്നിട്ടോ പിന്നെ നബി ആയപ്പോൾ ബിംബങ്ങൾ അതേമായിരിക്കുക. അതല്ല ഇതിൻ്റെ തമാശ. കുറേ വിശ്വാസികൾ വർദ്ധിക്കുകയും തൗഹീദിന് ശക്തി ആർജിക്കുകയും ചെയ്ത് മക്കം ഫത്ഹിൻ്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കഅബാലത്തിലേക്ക് കയറി നോക്കിയിട്ടും ബിംബങ്ങൾക്ക് ഒരു അനക്കില്ല. അയ്യാനല്ലേ നബി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ബിംബങ്ങള്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖാ എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചുകൊണ്ട് സത്യം പുലർന്നിരിക്കുന്നു, അസത്യം പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്നൽ ബാത്തില കാന സഹൂഖാ, ബാത്തിൽ പരാജയപ്പെടേണ്ടത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ബിംബത്തിനെടുത്തു. അതാരായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബിംബം. കൂട്ടത്തിൽ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബിംബം ഉണ്ടായിരുന്നു. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബിംബം, അതുപോലെയുള്ള ഒരുപാട് മഹാരഥന്മാരുടെ ബിംബങ്ങളൊക്കെ എടുത്തിട്ട് വലിച്ചങ്ങോട്ട് എറിഞ്ഞു. അപ്പോഴാ തല കുത്തി വീണതുള്ളൂ. അതുവരെ ഇങ്ങനെ നോക്കി നിൽക്കന്നെ. മൗലൂദുകാരൻ പറയുന്നതോ കുട്ടിയായപ്പോൾ കൊണ്ട് ചെന്നപ്പോഴേക്കും ഇതൊക്കെ കൂടെ തല കുത്തി അങ്ങോട്ട് വീണു എന്നാ. എന്നിട്ട് അവിടെ വെച്ചൊരു പാട്ടുണ്ട്. ആ പാട്ട് നമ്മളെ പള്ളിയിൽ വെച്ചും പാടുന്നുണ്ട്. ബിംബങ്ങളെ പുകഴ്ത്തിയിട്ടുള്ള പാട്ടാ. അയാ സോനമൽ ഈദിൽ ലദീ സഫഹഉലഹു സ്വനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി തനക്കസ്ത മഖ്ലൂബൻ ഫമാദാക കുല്ലനാ ഫമിൻ നുസ്നിനാ ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹബി. ഇവരാണ് ചെന്ന് നോക്കുമ്പോൾ ബിംബങ്ങളൊക്കെ തലകുത്തി വീണപ്പോൾ ആ ബിംബാരാധകർക്ക് വല്ലാത്തൊരു സങ്കടം. ആ സങ്കടം നമ്മളെ പള്ളിയിൽ നിന്നും കേൾക്കാറുണ്ട്. അല്ലയോ വണ്ണാര ബിംബങ്ങളെ, നിങ്ങൾക്കൊക്കെ എന്തു പറ്റി? ഞങ്ങൾ അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടെയാണല്ലോ വന്നിരിക്കുന്നത്. വളരെയധികം യോഗ്യരായ ആളുകളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിട്ടും എന്തു പറ്റി? നിങ്ങളൊക്കെ തലകീഴായി കിടക്കുന്നുവല്ലോ, നിങ്ങൾ ഞങ്ങളോട് പറയണേ എന്തു പറ്റിയെന്ന്. ഞങ്ങളുടെ മനതാരിലുള്ള ദുഃഖത്തിന്റെ ആധിക്യം മൂലം ഞങ്ങൾ സഞ്ചരിക്കുന്ന ഞങ്ങളുടെ വാഹനമായ ഒട്ടകങ്ങൾ പോലും ഇതാ കണ്ണീര് പൊഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾക്ക് വല്ല തെറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറയണം എന്നൊക്കെ പറഞ്ഞ് ആ ബിംബങ്ങളുടെ കാര്യത്തിൽ കണ്ണീര് പൊഴിക്കുന്ന ഒരു ഗാനം. തൗഹീദിന്റെ
വിളനിലമാകേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കേന്ദ്രമാകേണ്ട വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദൂ മഅല്ലാഹി അഹദാ, നിശ്ചയമായും പള്ളികൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്, അത് അള്ളാഹുവിൻ്റെ വീടുകളാണ്. അവിടെ വെച്ച് ഒരു ശക്തിയോടും ഒരു വ്യക്തിയോടും യാതൊന്നിനെയും പങ്കുചേർത്തുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യരുത് എന്ന് പറഞ്ഞ ആ പള്ളിയിൽ വെച്ചാണ് ഈ മൗലിദ് കഴിക്കുന്നത്. ഒരു പറമ്പിൽ വെച്ചാണെങ്കിൽ ആ കല്ലെട്ടുജിൽ വേറെ എന്തൊക്കെ നടക്കും എന്ന് നമുക്ക് സമാധാനിക്കാമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെച്ച് അള്ളാഹുവിനെതിരെയുള്ള വിളിയാളങ്ങൾ ഉയരുന്നു. ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണത്. എന്താണ് ചെല്ലണെന്ന് ആൾക്കാർക്ക് അറിയില്ല. നോക്കൂ നിങ്ങൾ, പിന്നെ ഇതേ മൗലൂദിലെ തന്നെ ഒരു വരികൾ, അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലക്കൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു. ഇർത്തഖബത്ത് ചെല്ലുമ്പോൾ അത് പിന്നെ നബിയോട് ഒരു അന്യായം ബോധിപ്പിച്ചതല്ലേ, നേരിട്ടുള്ള പ്രാർത്ഥനയല്ലല്ലോ, ആരെ വഹാബിയ എന്നത് പഠിപ്പിച്ചു എന്ന് ചോദിക്കലുണ്ട്. അങ്ങനെ ഇർതകബ്തു അലൽ ഖത്താ വൈറ ഹസ്രിൻ വഅദൻ ലക അശ്കു ഫിയാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി, തങ്ങളോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. കുറ്റമാകുന്ന വാഹനമിൽ അറ്റമില്ലാതെ സഞ്ചരിച്ച പാപിയാണ് പൊന്നാര റസൂലേ ഞാൻ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങയോടല്ലാതെ മറ്റാരോടാണ് എനിക്ക് അന്യായം ബോധിപ്പിക്കാനുള്ളത്? വലിയ തമാശ കേൾക്കണം നിങ്ങൾക്ക്. ഇതിൻ്റെ പിന്നെ ജവാബ് ചെല്ലൽ എങ്ങനെയെന്നറിയോ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പച്ച പാവങ്ങൾ ബെയ്ത്തിങ്ങനെ ചെല്ലുമ്പോൾ അപ്പുറത്തിരുന്ന് വിവരമുള്ളവർ ചെല്ലുന്ന ജവാബ് കേൾക്കണോ? നിങ്ങൾ ഏത് നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളതിന് ഒരുക്കമല്ല. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, അത്യുന്നതനായ റബ്ബ് മാത്രം മതി എനിക്ക്. മൂത്ത മുജാഹിദീങ്ങളായിട്ടാണ് ഒരു ജവാബ് ചെല്ലണത്. അർത്ഥം അറിയാത്തതുകൊണ്ട് ഇങ്ങനെ ആ ചോറും നിന്ന് ആ കായും വാങ്ങി അങ്ങനെ ഒത്തി വിരിഞ്ഞാണ് പോവുകയാണ്. സത്യത്തിൽ അവിടെ വെച്ച് അലാക്കിൻ്റെ ആശയ സംഘടന നടക്കുന്നുണ്ട്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി കൽബി വൈറുള്ള, അല്ലല്ലാതെ വേറൊരു ശക്തിക്കും എൻ്റെ കൽബിൽ ഒരു സ്ഥാനമില്ല. സാധാരണക്കാർ ചിലപ്പോൾ വിവരമില്ലാതെ എന്ത് പറയുന്ന നിങ്ങൾ വൈറുള്ള എന്ന് പറയുന്നതിന് പകരം മാഫി കൽബി ഹൈറുള്ള എന്ന് പറയും. അള്ളാൻ്റെ ഒരു ഹൈറിൻ്റെ കൽബിക്ക് ഇങ്ങോട്ട് കയറിയിട്ടില്ല, അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കണത്. ശരിയാണ്, എങ്ങനെ ചെല്ലിയാലും വേണ്ടിയില്ല, ഒരു ആശയ സംഘടന അവിടെ നടക്കുന്നുണ്ട്. ആൾക്കാർ ഇതൊക്കെ ശരിയാന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് പോവാണ്, അറിയില്ല, ചിന്തിക്കുന്നില്ല, എന്താ പറയണെന്ന് അറിയില്ല. പടച്ച തമ്പുരാനെ, ഞങ്ങൾ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട്, കയ്യൊക്കെ പ്രശ്നമാണെങ്കിൽ വെള്ളം വെച്ചോളി, അതാണല്ലോ നമുക്ക് വലിയ പ്രശ്നം, വെള്ളപ്രശ്നം ആയിക്കോട്ടെ. അവിടെ കൈ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് 17 തവണ പ്രാർത്ഥിക്കുന്ന, പ്രതിജ്ഞ ചെയ്യുന്ന വിശ്വാസിയാണ് അതേ പള്ളിയിൽ വെച്ച് ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ഇനി എന്താ ഇവിടെ പറഞ്ഞത്? അബ്ദുക്കൽ മിസ്കീനു യർജു, പൊന്നാര നബിയെ, അങ്ങയുടെ പാവപ്പെട്ട അടിമ, ചെറിയ കൊച്ചു കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണേ, പൊന്നാര മോനെ, നമ്മളൊക്കെ ആരുടെ അടിമയാണെന്ന് കുട്ടി 1-ാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടി ആകണം. അതിന് ഷർത്തുണ്ട്, സക്കാഫി ആകരുത്. അപ്പം ഇങ്ങനെ തലകെട്ടി ശരിയാക്കിയിട്ട് പറയും നമ്മളിപ്പോൾ പടച്ചോൻ്റെ അടിമയെന്ന് ഒറ്റയടിക്കാൻ പറയാൻ പറ്റൂല, കാരണം ഓ മൗലൂദ് അറിയാം. അബ്ദുക്കൽ മിസ്കീനു യർജു, അങ്ങയുടെ പാവപ്പെട്ട അടിമ പ്രവാചകരെ അങ്ങയിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഫളലക്കൽ ജമ്മൽ ഗഫീറു, അങ്ങയുടെ മഹത്തായ ഔദാര്യം. ഫീക ഖദ് അഹ്സൻതു ളന്നി,
അങ്ങയെ കുറിച്ച് നല്ല ഒരു ധാരണയാണ് നമുക്കുള്ളത്. യാ ബഷീറു യാ നദീറു, ബഷീറും നദീറുമായിട്ടുള്ള പ്രവാചകരെ. ഭയങ്കര രസമായിട്ടാണ് ആൾക്കാർ ചെല്ലണത്. നമ്മളെ NP അബ്ദുൽ ഖാദർ മൗലവി പറയാറുണ്ട്, ചെമ്പത്തങ്ങിന് കാറ്റ് പിടിച്ച മാതിരി ഒരു ചെറിയ ആട്ടം ഇങ്ങനെ ആടിയിട്ടുണ്ടല്ലോ, ആ രസമായിട്ടെങ്ങനെ അബ്ദുക്കൽ മിസ്കീനു യർജു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആട്ടം ഇങ്ങനെ രസമായിട്ട് ആടിയിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ കൊടിയ ശിർക്കാണ്, പറയാൻ പാടില്ലാത്ത വരിയാണ് ഞാൻ ഈ ചെല്ലുന്നത് എന്ന് ആളുകൾ അറിയുന്നില്ല. എന്തേ ക്രിസ്തു മതത്തെക്കുറിച്ച്, ക്രിസ്ത്യാനികളെക്കുറിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കാത്ത ആശയങ്ങൾ ആ മഹാരഥന്റെ പേരിൽ വെച്ചുകെട്ടിയ ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്? അവർ അവരുടെ പ്രവാചകനെ ദൈവപുത്രനാക്കി. ഈസാ നബി പറഞ്ഞിട്ടുണ്ടോ ജീവിച്ചിരിക്കുന്ന കാലത്ത്? ഇല്ല. ഇന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. നാളെ പരലോകത്ത് വെച്ച് യേശു ക്രിസ്തുവിനെയും മാതാവ് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ചോദ്യം ചെയ്യുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അവിടെ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അല്ല ഈസ, താങ്കൾ പറഞ്ഞോ താങ്കളെയും താങ്കളുടെ മാതാവിനെയും ആരാധിക്കാൻ? ഈസാ നബി കൈമലർത്തുന്നു, പടച്ച തമ്പുരാനെ, ഞാൻ അവരുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫലമ്മാ തവഫൈതനി, എന്നെ നീ ഏറ്റെടുത്തതിന് ശേഷം ഫഅൻത കുൻത അലൈഹിം റഖീബാ, അവരുടെ കാര്യങ്ങളെല്ലാം നന്നായി അറിയുന്നവൻ പടച്ച തമ്പുരാനെ നീയാണല്ലോ. ഞങ്ങൾ ജീവിച്ച കാലത്ത് ഞങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ എന്താക്കി? ഈസാ നബിയെ അള്ളാഹുവിന്റെ പുത്രനാക്കിയതുപോലെ പടച്ചോന്റെ സ്ഥാനത്തേക്ക് നബിയെ ഉയർത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ അടിമ, അബ്ദുക്കൽ മിസ്കീൻ, പ്രവാചകരെ അങ്ങയുടെ അടിമ എന്ന്. ഇത് അതിർകവിച്ചിലാണ്. നോക്കൂ നിങ്ങൾ, തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവി എന്താ പഠിപ്പിച്ചത്? പ്രാർത്ഥന ഇബാദത്ത ഹബീബേ എന്ന് നുഅ്മാൻ അവർ പറയുന്നു നബിയിൽ നിന്ന്. അതുമാത്രമല്ല ഇബാദത്തിനതു മജ്ജയ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ. മൗലൂദിന് വേണ്ടി പാട്ടുപാടി അതേ തഴവയാണ് ഇവിടെ പ്രാർത്ഥന എന്താന്ന് പഠിപ്പിക്കണത്. പ്രാർത്ഥന ഹബീബേ ഇബാദത്താണ്. അതുകൊണ്ട് പടച്ചവനോട് മാത്രമേ പാടുള്ളൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ മൗലിദുകൾ എടുത്തു പരിശോധിച്ചാൽ നേർക്ക് നേരെ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്ന വരികൾ ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഫഅഗീഫ്നി വഅജിർനി യാ മുജീറു മിൻ സഈരി, ഫഅജിർനി, അതുകൊണ്ട് അങ്ങ് എനിക്ക് അഭയം നൽകണം. ഫഅഗീഫ്നി, അങ്ങ് എന്നെ സഹായിക്കണം. വഅജിർനി യാ മുജീറു മിൻ സഈരി, ആരോടാ പ്രാർത്ഥിക്കുന്നത് ഇവിടെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. യാ മുജീറു മിൻ സഈരി, നരകാഗ്നിയിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്ന പ്രവാചകരെ അങ്ങനെ രക്ഷിക്കണം. യാ ഗിയാസി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂരി, എല്ലാ ഘട്ടത്തിലും പ്രയാസഘട്ടങ്ങളിലും സഹായം നൽകുന്ന പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് നേർക്ക് നേരെ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട വിശ്വാസി ഇവിടെ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്നു. ഇതിപ്പോ പാടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതേ പ്രാർത്ഥന നേർക്ക് നേരെ ഇതുവരെ ചോദിച്ചിരുന്നു, ഞങ്ങൾ നേർക്ക് നേരെ പ്രാർത്ഥിക്കില്ല, മുൻനിർത്തിയാണ്. അപ്പൊ മുന്നിൽ നിന്നൊക്കെ തള്ളി. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ടാ ഇതാ ഒരു മുസ്ലിയാര് പ്രാർത്ഥിക്കണ ഒരു പ്രാർത്ഥന ഉണ്ട്. അവിടുത്തേക്ക് ഞങ്ങളെ കരത്തുയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ. ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ നബിയേ. ഞങ്ങളെ തവയല്ല യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ് വയാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹബ്ബത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങൾ നൽകിയ ഏതെല്ലാം ആരെല്ലാം സ്ത്രീകളുണ്ടോ അവരോരോരുത്തരും അവിടുന്ന് അറിയാമല്ലോ നബിയേ. അവരെ ഏറ്റെടുക്കണേ റസൂലല്ലാഹ്, വെറുതെയാക്കല്ല നബിയേ. അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ നബിയേ.
അതല്ലാതെ അവർക്ക് മോശമായ രൂപത്തിലുള്ള അവിടുന്ന് ആവശ്യപ്പെട്ടവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നബിയേ. ഞങ്ങൾ അവിടുത്തെ മുഖം കാണിക്കാതെ ഈ ഭൂമി ലോകത്ത് നിന്നും മറക്കല്ലേ നബിയേ. ഇവിടെ സഹായിച്ച എല്ലാ ഉമ്മനാത്തുകൾക്കും അതിന്റെ തൗഫീഖ് കൊടുക്കണേ റസൂലല്ലാഹ്. ഞങ്ങളെ വാക്കിലേരകളെ പ്രവൃത്തിയിലേരകളെ സദസ്സിലോ മജ്‌ലിസിലോ അവിടുന്ന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് മാപ്പാക്കണേ നബിയേ. ഇതുവരെ പറഞ്ഞു കേട്ടിരുന്ന് നേർക്ക് നേരെ ഞങ്ങൾ പ്രാർത്ഥിക്കില്ല, മുൻനിർത്തിയിട്ടാണ് എന്നൊക്കെയാണ്. അപ്പം അത് യാതൊരു പ്രയാസമില്ലാതെ നേർക്ക് നേരെ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എപ്പോഴാണ് ഖിയാമത്ത് നാൾ വരിക? എൻ്റെ ഉമ്മത്ത് എല്ലാ ശിർക്കൻ പ്രവർത്തനങ്ങളും ചെയ്യും, ലാത്തയെയും ഉസ്സയെയും വരെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും. ഹത്താ തൽതഹഖ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളായിട്ടാണ് ചേരും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തെ പ്രവാചകൻ നമുക്ക് മുന്നറിയിപ്പ് നൽകി. ഏത് കാലഘട്ടത്തിലുമുള്ള ആളുകൾ അവരിൽ നിന്ന് മരിച്ചുപോയ സജ്ജനങ്ങളെ ഇങ്ങനെ ബഹുമാനിച്ച് അവസാനം അവരെ ആരാധ്യ പുരുഷന്മാരാക്കി മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ശിർക്ക് വന്നത്. നമ്മളെ ഈ നാട്ടിൽ ഏറെ പ്രചാരമുള്ള ഒരു സംഗതിയാണ് ഓമാനു ശ്രോതാക്കൾ. ഇവിടുന്നാണ്ട് വിട്ടല്ല, അത് നമ്മക്കേ അറിയുള്ളല്ലോ. ഓമാനു ശ്രോതാക്കളെ നേർക്ക് നേരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികൾ ഓമാനൂർ ഷേഖിൻ്റെ പേരിലുള്ള മൗലൂദിലുണ്ട്. ഓമാനൂർ എന്ന് പറയുമ്പോൾ അവരെ കഥ നമ്മൾ അങ്ങനെയാണ്ട് മൈക്കിൽ കൂടി പറയാൻ പറ്റൂല. പക്ഷെ എന്നാലും കുറച്ച് മാലിം മൗലൂദൊക്കെ ഒന്ന് പാടണം എന്ന് പറഞ്ഞ് എന്നെ വരുത്തിയതുകൊണ്ട്, അങ്ങനെ ഒരു പാട്ടുള്ളത് കൊണ്ടും നമ്മളെ ഓമാനൂർക്കാരനായ വേങ്ങര ബീരാൻകുട്ടി രചിക്കുകയും ഓമാനൂർ മുഹമ്മദ് മുസ്ലിയാർ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഓമാനൂർ ശ്രോതാക്കളുടെ പേരിലുള്ള ഒരു മാലപ്പാട്ടുണ്ട്, കിസ്സപ്പാട്ടുണ്ട്. അതിൽ എന്താ പറഞ്ഞു നോക്കുക നിങ്ങൾ. അതിശയാരണ കേസരികളുടെ ചരിത്രത്തെ അധികമായി നമുക്കൊന്നും ലഭിച്ചിട്ടില്ല. നീട്ടി പറയാനുള്ള ജ്ഞാനം അറിയുന്ന ജനങ്ങളിൽ ജമാനിലില്ല. ഭയങ്കര രണകേസരികളാണ് ഓമാനു ശുഹദാക്കള്. അതുകൊണ്ട് അവരെ കഥ അധികമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ നീട്ടി പറയാൻ പറ്റിയ ആൾക്കാർ ഈ ജമാനിലില്ലാന്നാ. ആ കിട്ടിയ രൂപത്തിൽ മൂപ്പര് പറയാണ്. ഇല്ലെങ്കിലും പതിവോമാരായികൾ ചെയ്തായൊരു മുപ്പേരാ അള്ളാവിൻ കൃപ ലഭിച്ചോരാമലി ഹസൻ കുലത്തിൽ ജനിച്ചോരാം. ഭയങ്കര തറവാടികളാണ് ഇവര്. അലി ഹസൻ കുലത്തിൽ ജനിച്ചവരാണ്, ഭയങ്കര കാര്യപ്പെട്ട ആൾക്കാരാണെന്നൊക്കെ പറയണം. എന്നിട്ടോ അവരെ സിഫാത്ത് ഇഞ്ഞും കഴിഞ്ഞിട്ടില്ല. കൊല്ലുന്ന സിംഹച്ചൊടിയും ശുജാഅത്തെ കുഞ്ഞാലി എന്ന പ്രസിദ്ധര് ഒന്നാമത്തെ, വെല്ലും ചെറുപ്പപ്രായത്തിൽ മികവുത്തെ ഭീകരനാം കുഞ്ഞിപ്പോക്കര് ഈസ് മൊത്തെ, മൂന്നാമൻ മൊയ്തീനൊന്നാമം. അതിൽ പങ്കെടുത്ത ആൾക്കാരെ ശുജാഅത്തും പേരുമാണ് ഈ പറഞ്ഞത്. ഇനി എന്തുകൊണ്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ കേട്ടോളി. അന്നവരിൽ വന്ന മട്ടാനെ യുദ്ധം നിർബന്ധമായതിൽ പെട്ടാൻ